സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ ഇന്ന് ഭൂരിഭാഗം സംവിധായകരും CGI സാങ്കേതികവിദ്യയാണ് ആശ്രയിക്കാറുള്ളത്. എന്നാൽ രൺവീർ സിംഗ് കേന്ദ്രകഥാപാത്രമാകുന്ന പുതിയ ചിത്രം ദുരന്തർ 2ന്റെ അണിയറ പ്രവർത്തകർ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ കൂടുതൽ സ്വാഭാവികമാക്കാൻ യഥാർത്ഥ സ്ഫോടനങ്ങളാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ കണ്ടെയ്നർ സ്ഫോടന രംഗം ചിത്രീകരിക്കാനായി ഏകദേശം 500 ലിറ്റർ പെട്രോളാണ് ഉപയോഗിച്ചത്. സെറ്റിൽ കൃത്രിമമായി നിർമ്മിച്ച പശ്ചാത്തലങ്ങൾക്ക് പകരം യഥാർത്ഥ ട്രെയിൻ ബേസും കണ്ടെയ്നറുകളും ഇതിനായി ഉപയോഗിച്ചു. സ്ഫോടനം നടക്കുമ്പോൾ രൺവീർ സിംഗ് ആ കണ്ടെയ്നറുകൾക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നത് ഈ രംഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സംവിധായകൻ ആദിത്യധറും ടീമും CGI പൂർണ്ണമായും ഒഴിവാക്കി പ്രാക്ടിക്കൽ ഇഫക്ട്സ് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചത്. പ്രേക്ഷകർക്ക് ബിഗ് സ്ക്രീനിൽ ഒരു യഥാർത്ഥ അനുഭവം നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഒരേ സമയം 4 ക്യാമറകൾ ഉപയോഗിച്ചാണ് ഈ രംഗം പകർത്തിയത്. സ്ഫോടനത്തിന്റെ തീവ്രത ഒട്ടും ചോർന്നു പോകാതെ ഒപ്പിയെടുക്കാൻ ഇതിലൂടെ സാധിച്ചു. അത്യന്തം അപകടകരമായ രംഗമായതിനാൽ വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകളാണ് സെറ്റിലൊരുക്കിയിരുന്നത്. ഫയർഫോഴ്സും മെഡിക്കൽ ടീമും ഷൂട്ടിംഗ് വേളയിൽ സജ്ജമായിരുന്നു. രൺവീർ സിംഗിന്റെ കരിയറിലെ തന്നെ ഏറ്റവും റിസ്ക് നിറഞ്ഞ ആക്ഷൻ രംഗങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു.